ഷാഫി പറമ്പിലിനെതിരായ ആരോപണങ്ങളിൽ ഉറച്ച CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു പ്രകോപിപ്പിച്ചാൽ പ്രത്യാഘാതമുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. എന്നാൽ ഈ ആരോപണത്തിൽ കക്ഷി ചേരാനില്ല എന്നാണ് ജില്ലയിലെ മുതിർന്ന CPM നേതാവ് AK ബാലൻ റിപ്പോർട്ടറിനോട് പറഞ്ഞത്. കോൺഗ്രസിന്റെ രാഷ്ട്രീയ ജീർണതയാണ് പുറത്തുവരുന്നതെന്ന് NN കൃഷ്ണദാസ് പ്രതികരിച്ചു. ഷാഫിക്കെതിരായ ലൈംഗിക ആരോപണത്തിൽ കോൺഗ്രസിൽ ഇരട്ട നീതിയാണെന്ന് പാലക്കാട്ടെ യൂത്ത് കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് സദ്ദാം ഹുസൈനും പ്രതികരിച്ചു. ഇതിനിടെ എൻ സുരേഷ് ബാബുവിനെതിരെ കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി പ്രമോദ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരിക്കുകയാണ്. അതെ, ആരോപണം പറഞ്ഞ ആൾക്കാർ തെളിയിക്കാൻ അവരുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടാവുമല്ലോ. ഇപ്പം എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. അല്ല, ഷാഫിക്ക് എതിരായിട്ട് ആരോപണം ഉള്ള ആൾക്കാരാണല്ലോ പറയുന്നത്. എനിക്കെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയില്ലേ. എൻ്റെ കയ്യിൽ രേഖ ഉണ്ടെങ്കിൽ ഞാൻ പറയുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ രേഖ ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ പറഞ്ഞിട്ടുണ്ടാവും. അത് അവർ തമ്മിലായിക്കോട്ടെ. ഇപ്പം നമ്മളതിനകത്ത് കക്ഷി ചേരുന്നില്ല. കോൺഗ്രസ് പാർട്ടി രാഷ്ട്രീയമായി ജീർണതയുടെ പടുകുഴിയിൽ പെട്ടിരിക്കുകയാണ്. ആ ജീർണതയിൽ നിന്ന് കോൺഗ്രസ് പാർട്ടിയെ എങ്ങനെയെങ്കിലും കരകയറ്റാനുള്ള മാർഗം കോൺഗ്രസ്സാണ് ആലോചിക്കേണ്ടത്. പൊതുമണ്ഡലത്തിൽ ഇത്രത്തോളം കോൺഗ്രസ് അവഹേളിതമായിട്ടുള്ളൊരു കാലമില്ല. കോൺഗ്രസ് നശിച്ചിരിക്കുന്നു. കോൺഗ്രസ് പാർട്ടി എല്ലാ അർത്ഥത്തിലും ജീർണതയുടെ പടുകുഴിയിലാണ്. അതിൽ നിന്ന് കോൺഗ്രസിന് രക്ഷിക്കാനുള്ള എന്തെങ്കിലും മാർഗമുണ്ടോ എന്നുള്ളത് അവരാണ് പറയേണ്ടത്. ഞങ്ങൾക്ക് അതിനൊന്നും സമയമില്ല അതിനെപ്പറ്റിയൊന്നും പറയാൻ. രാഹുലിനൊരു പ്രശ്നം വന്നപ്പോൾ ആരും പാലക്കാട് സജീവമായില്ലല്ലോ. ഷാഫിക്ക് ഒരു ആരോപണം വന്നപ്പോഴത്തേനും ഷാഫിക്ക് വേണ്ടി പാലക്കാട് പ്രകടനം നടത്തുകയാണ്. ഈ നേതാക്കളെ അങ്ങോട്ട് വേട്ടയാടുമ്പോൾ അവർക്ക് ഒന്നും കൂടി വേട്ടയാടാനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്ന ഈ പാർട്ടിയിലെ ലീഡർഷിപ്പുള്ള ആളുകളാണ്. ഇപ്പൊ ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് അവരുടെ നിലപാട് പറയുമ്പോൾ അതിന് വിപരീതമായിട്ട് ഇവിടെ നിലപാട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അയാൾ പറഞ്ഞ ഞങ്ങൾ കേൾക്കില്ല, ഞങ്ങൾ അങ്ങനെ ഇഷ്ടത്തിനെ ചെയ്യുള്ളൂ എന്ന് പറയുന്ന ഫാൻസുകാരുടെ ഒരു കൂട്ടുകെട്ട് ഇവിടെ ഉണ്ട്. രണ്ട് ഘടകമാണ് ഇപ്പോൾ രാഹുലിനെ ഒറ്റപ്പെടുത്തിയിട്ട് വേട്ടയാടിയാൻ വേണ്ടി ഇട്ടുകൊടുത്തത് ഇവരാണ്. ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി. ഇക്ബാൽ, ഇപ്പോൾ ഷാഫി പറമ്പിലിനെതിരായ അധിക്ഷേപ പരാമർശം അതിൽ തുടരുകയാണ് ഇപ്പോൾ ജില്ലാ സെക്രട്ടറി. മാത്രമല്ല, പ്രകോപിപ്പിച്ചാൽ തെളിവുകൾ പുറത്തുവിടുമെന്നുള്ള ഭീഷണിയുമുണ്ട്. അതിനോട് CPMലെ മറ്റു നേതാക്കളുടെ പ്രതികരണം എന്താണ്? ഇത് ജില്ലാ സെക്രട്ടറിയുടെ ഒറ്റയ്ക്കുള്ള ഒരു പ്രതികരണമായി മാറുന്നുണ്ടോ? സ്മൃതി, നിലവിലെ സാഹചര്യത്തിൽ സ്മൃതി പറഞ്ഞതുപോലെ തന്നെ നിലവിൽ CPM പാലക്കാട് ജില്ലാ സെക്രട്ടറിയുടെ ഒരു ആരോപണം മാത്രമായി ഈ ഷാഫിക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ നിലനിൽക്കുകയാണ്. ഇന്നലെയാണ് സുരേഷ് ബാബു ഷാഫിക്കെതിരെ ഗുരുതരമായിട്ടുള്ള ലൈംഗിക ആരോപണം ഉയർത്തുന്നത്. ഷാഫി സ്ത്രീ വിഷയത്തിൽ രാഹുലിനെ ഹെഡ്മാസ്റ്റർ ആണെന്നും ഭംഗിയുള്ള സ്ത്രീകളെ കണ്ടാൽ ബാംഗ്ലൂരിലേക്ക് ട്രിപ്പ് വിളിക്കുന്ന വ്യക്തിയാണ് ഷാഫിയെന്നും ആരോപിച്ചിരുന്നു. ഷാഫി തന്നെ അധിക്ഷേപിച്ച് പറഞ്ഞ് രംഗത്തേക്ക് എത്തിയെങ്കിലും പിന്നാലെ ഇപ്പോഴും സുരേഷ് ബാബു ഈ ആരോപണത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. മാത്രമല്ല, തനിക്കെതിരെ ഇപ്പോൾ കോൺഗ്രസ് പരാതി നൽകുന്നു, പ്രതിഷേധങ്ങൾ നടത്തുന്നു. പക്ഷേ ഈ പ്രതിഷേധക്കാരെല്ലാം ഷാഫിയെ വീഴ്ത്താൻ വേണ്ടി കോൺഗ്രസിനകത്ത് കച്ചകെട്ടിയിരിക്കുന്ന ആളുകളാണ്. ഏതെങ്കിലും രീതിയിൽ തനിക്കെതിരെ കോലിട്ട് കുത്താൻ ശ്രമിച്ചാൽ താൻ കൂടുതൽ കാര്യങ്ങൾ പുറത്തുവിടും. അത് കോൺഗ്രസിന് കനത്ത പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ഇന്നും സുരേഷ് ബാബു വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ EN സുരേഷ് ബാബു പറയുന്ന ആരോപണങ്ങൾ ഏറ്റുപിടിക്കാനോ അല്ലെങ്കിൽ അത് ഏറ്റെടുക്കാനോ CPMന്റെ മുതിർന്ന നേതാക്കൾ തയ്യാറാവുന്നില്ല. AK ബാലൻ അതുപോലെ തന്നെ NN കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് ഈ ആരോപണത്തിൽ കക്ഷി ചേരാനുള്ള ഒരു സാഹചര്യം നിലവിൽ CPM നേതാക്കൾ എടുക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ പ്രതികരണം മനസ്സിലാക്കുകയും ചെയ്തു. പക്ഷേ കോൺഗ്രസിന്റെ പാലക്കാട്ടെ മുൻ മണ്ഡലം പ്രസിഡന്റായിട്ടുള്ള സദ്ദാം ഹുസൈൻ ഇപ്പോൾ കോൺഗ്രസ് ഒരു വിഭാഗം നേതാക്കളെ വിമർശിച്ചുകൊണ്ട് രംഗത്തേക്ക് എത്തിയിട്ടുണ്ട്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം വന്നപ്പോൾ ഒന്നും മിണ്ടാതിരുന്ന പല ആളുകളും ഷാഫി പറമ്പിലിനെതിരായിട്ടുള്ള ആരോപണം വന്നപ്പോൾ പെട്ടെന്ന് തന്നെ പ്രതിഷേധമായി എത്തുന്നു. ഫേസ്ബുക്കിൽ ഉൾപ്പെടെ പോസ്റ്റുമായി രംഗത്തേക്ക് ഇറങ്ങുന്നു. അത് കോൺഗ്രസിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കും, അല്ലെങ്കിൽ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് സദ്ദാം ഹുസൈൻ പറയുകയും ചെയ്യുന്നത്. ഏതായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിലപാടുകൾ പറയുമ്പോൾ പാർട്ടിയുടെ നിലപാട് വന്നതിന് ശേഷം മാത്രം പ്രതികരിക്കണമെന്നുൾപ്പെടെ സദ്ദാം ഹുസൈൻ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. സ്മൃതി, ശരി. ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയത്.